ഓവറായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ പുറത്തോട്ട് കളയാനും വേണ്ടിയാണ് സ്വിച്ച് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടോ. ഇനി ഗൈസ് നമുക്ക് നമ്മളെ കുളത്തിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ സെറ്റ് നമ്മുടെ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ബാഗായി ജസ്റ്റ് ഇങ്ങനെ അടിയിലോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വലിയ ഉണ്ടാവില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്തൊക്കെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ കുളത്തിലോട്ടൊക്കെ മഴ ആയി കഴിഞ്ഞാൽ നമ്മൾ കുളത്തിലുള്ള വെള്ളം കൂടിയാണ്ട് നമ്മുടെ കുളത്തിലുള്ള വെള്ളമൊക്കെ പുറത്തോട്ട് ഒലിച്ച് പോകാറുണ്ട്. അപ്പോൾ ഒലിച്ച് പോകുന്ന സമയത്ത് തന്നെ മീനുകളൊക്കെ ഒലിച്ച് പോകാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും വേണ്ടിയാണ്ട് അത് അടിപൊളി സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ കുളത്തിലോട്ടൊക്കെ മഴ പെയ്യുന്ന സമയത്തല്ല ഒരു കൂടുതൽ ലെവല് വെള്ളമായി കഴിഞ്ഞാണ്ടല്ലോ ആ വെള്ളം ഓട്ടോമാറ്റിക്കായി കണ്ടെ പുറത്തോട്ട് കളയും. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യമായിട്ട് വരുന്നില്ല, വളരെ സിമ്പിളായി കണ്ട് ഇത് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഗൈസ് വീഡിയോക്ക് അതിന് മുന്നായിട്ട് ചെറിയൊരു കാര്യം പറയാണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ചാനലിന് വേണ്ടിയാണ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ചാനൽ അല്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ നമ്മൾ തുടങ്ങണ്ട. അപ്പോൾ ആ ഒരു കമൻറ്റ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ചെയ്ത് നോക്കാണ്ട് എന്തൊക്കെ വേണ്ടത് വെച്ചാൽ ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ വേണ്ടത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ BC 557 എന്ന നമ്പറിലെ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്തിനാ വെച്ചാൽ ഇത് സ്വിച്ച് രീതിയിലോട്ട് പ്രവർത്തിക്കാനും വേണ്ടിയാണ്. നമ്മൾ കുളത്തിൽ ഓവറായിട്ട് വെള്ളം നിറഞ്ഞ സമയത്തുണ്ടല്ലോ, അപ്പോൾ മഴയ്ക്ക് പെയ്തുകൊണ്ട് ഓവറായിട്ട് വെള്ളം നിറയുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഓവറായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ പുറത്തോട്ട് കളയാനും വേണ്ടിയാണ് സ്വിച്ച് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടോ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ലെഗുകൾ ഇതിലുണ്ട്. അതായത് ബേസ്, എമിറ്റർ, കളക്ടർ എന്നത് 3 ലെഗുകളാണ് ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഗൈസ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 9 വോൾട്ട് ബാറ്ററി ഉണ്ടോ. അപ്പോൾ 9 വോൾട്ട് ബാറ്ററി നിങ്ങൾ എടുക്കണമെന്നില്ല. നമ്മൾ ലിഥിയം അയൺ ബാറ്ററി ഉണ്ടല്ലോ ആ ബാറ്ററി എടുക്കുന്നത് നല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ബാറ്ററിക്ക് റീചാർജബിൾ ആണ്. ഈ ബാറ്ററി റീചാർജബിൾ അല്ല, ചാർജ് കഴിഞ്ഞാൽ വലിച്ചെറിയേണ്ട അവസ്ഥ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു വാട്ടർ പമ്പാണ്. സാധാരണ DC വോൾട്ട് കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന വാട്ടർ പമ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ കുളത്തിലോട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ടുണ്ടാകുന്ന ഓവറായിട്ടുള്ള വെള്ളത്തെ പുറത്തോട്ട് കളയാനും വേണ്ടിയാണ്. നമ്മൾ ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട് വയർ നമ്മൾ ജസ്റ്റ് ഈ മോട്ടറിലോട്ട് കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ മോട്ടറിലോട്ട് കണക്ട് ചെയ്യുന്ന നമ്മൾ സ്വിച്ച് ഓൺ നമ്മൾ ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടർ ഓൺ ആവുകയും ഈ മോട്ടറിൻ്റെ വെള്ളം ഉണ്ടല്ലോ പുറത്തോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കും. ഒരുപാട് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി സിമ്പിളായി വർക്കിംഗ് ജസ്റ്റ് പറഞ്ഞു കേട്ടോ. വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് കുളത്തിൻ്റെ മുകൾ ഭാഗത്തോട്ട് കൊണ്ടുവെക്കും. അപ്പോൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ 2 വയറുകൾ ജസ്റ്റ് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കും കേട്ടോ. നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്ന സമയത്ത് ഈ 2 വയറിലോട്ടായിട്ട് വെള്ളം തട്ടി കഴിഞ്ഞാൽ, അതായത് വെള്ളം മുകളിലോട്ട് പൊന്തി വരുന്ന സമയത്ത് ഇതിലോട്ട് വെള്ളം തട്ടുമല്ലോ. അപ്പോൾ തട്ടി കഴിഞ്ഞാൽ ഷോർട്ടാവും. അപ്പോൾ ഷോർട്ടായി കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിസ്റ്ററിലോട്ട് വരും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓണാവും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓണായി കഴിഞ്ഞാൽ ഈ മോട്ടർ ഉണ്ടല്ലോ, നമ്മൾ ഈ വാട്ടർ പമ്പിൻ്റെ മോട്ടർ ഓണാവും. അപ്പോൾ മോട്ടർ ഓണായി കഴിഞ്ഞാൽ തന്നെ ഈ മോട്ടറിലൂടെ വെള്ളം പമ്പ് ചെയ്യും. അപ്പോൾ വെള്ളം പുറത്തോട്ട് നമ്മൾ കളയും. അപ്പോൾ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ. ഇനി ഗായ്സ് നമുക്ക് ഇതൊക്കെ നമ്മൾ കുളത്തിലോട്ട് കൊണ്ടുവെക്കണം. നമ്മൾ കുളത്തിൻ്റെ ആ ഭാഗത്തോടായിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. നമുക്കെല്ലാം സെറ്റ് ചെയ്ത് കാണുന്നത് കാണാം. ഇനി ഗായ്സ് നമുക്ക് ഇത് നമ്മൾ കുളത്തിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്നതായിട്ട് ഈ ഒരു 2 വയറുണ്ടല്ലോ, ഈ 2 വയർ കുറച്ച് മുകളിലോട്ടായിട്ട് വെക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ഉയർന്ന് വരുന്ന സമയത്ത് ഈ 2 വയറിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ മോട്ടർ ഓൺ ആവേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് അളവിലാണോ വേണ്ടത് വെള്ളം ആ ഒരു ഇതിലായിട്ട് നമുക്ക് ഈ വയർ മുകളിലോട്ടൊക്കെ പൊക്കി വെക്കണം. അപ്പോൾ നമുക്ക് ആ രീതിയിൽ വെക്കാം. അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോട്ടറൊക്കെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താട്ടോ. പിന്നെ മറ്റേ പൈപ്പ് ജസ്റ്റ് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഗായ്സ് ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഒരു ബക്കറ്റ് വെള്ളം ജസ്റ്റ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ബക്കറ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളം കുറച്ച് മുകളിലോട്ട് പൊന്തി വരും. അപ്പോൾ നമ്മൾ വയറിലോട്ട് തട്ടിക്കാണ്ട് ഷോർട്ട് ആയിക്കാണ്ട് നമ്മൾ മോട്ടർ ഓണാകും. അപ്പോൾ മോട്ടർ ഓണാകുമ്പോൾ തന്നെ ഈ പൈപ്പിലൂടെ വെള്ളം വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ഈ പൈപ്പിലൂടെ വെള്ളം വരുന്നത്. കണ്ട ഈ സംഭവം വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാനുണ്ടാവും ഇവിടെ വെള്ളം വരുന്നത് കണ്ടോ. നമ്മളെ മോട്ടറോടെ ഓണായി കാണുള്ള വെള്ളം കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ ലെവൽ ഇപ്പോൾ കൃത്യമായിക്കാണ്ട് കിട്ടും. നമ്മൾ മോട്ടർ ഓൺ ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായതുകൊണ്ട് തന്നെ കിട്ടും. കണ്ട കാഴ്ച നമ്മൾ വെള്ളം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ വയറിൻ്റെ ഈ ഒരു ഭാഗമായി ജസ്റ്റ് ഇങ്ങനെ അടിയിലോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വലിയ ഉണ്ടാവില്ല. ഇനി കാഴ്ച നമുക്ക് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്തത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിട്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഈ വയർ മുകളിലോട്ട് പൊക്കി പിടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് വെള്ളത്തിലോട്ട് നല്ല രീതിയിൽ തട്ടാത്ത രീതിയിൽ വെക്കാം. തട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് മോട്ടർ ഓൺ ആവുന്നതാണ്. അപ്പോൾ
വലിയ രീതിയിൽ തട്ടണ്ട. അപ്പോൾ ഞാനിപ്പോൾ വയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്താൽ എന്താ ആവുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ പൈപ്പിലൂടെ വെള്ളം വരും, എന്തായാലും വെള്ളം വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവിടെ ഗൈസ് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? നിങ്ങൾക്ക് കാണാനുണ്ടാവും. അപ്പോൾ ഇതിന് ഓവറായി നിൽക്കുന്ന വെള്ളമൊക്കെ പുറത്തോട്ട് പോകുക കേട്ടോ. മോട്ടറോടെ ഓണായി കണ്ടുള്ള വെള്ളം ഇപ്പോൾ വരുന്നത് നിങ്ങൾക്ക് കാണാനുണ്ടാവും. ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടോ? നമ്മുടെ മോട്ടർ അവിടെ ഉണ്ട്. ആ 2 വയർ ഇപ്പോൾ കൂട്ടി മുട്ടിയിട്ടുണ്ട്. ആ 2 വയറിൽ നിന്നുള്ള വെള്ളം ഇനി അടിയിലോട്ട് പോകണം, എന്നാൽ മാത്രമേ ഇനി ഓഫ് ആവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാണാനുണ്ടാവും, വെള്ളം പുറത്തോട്ട് പോകുന്നുണ്ട്. ഗൈസ് ഇതിൻ്റെ സിമ്പിളായുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 2 വയർ കൊടുത്തിരുന്നല്ലോ. ഈ വയറിൻ്റെ അടിയിലോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ ഇതിലോട്ട് വെള്ളം അല്ല, ഈ പൈപ്പിലൂടെ വെള്ളം വരില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ ആ വയർ വെള്ളത്തിലൂടെ തട്ടി നിൽക്കുകയാണ്. അപ്പോൾ വെള്ളം തട്ടുന്നതിൽ നിന്ന് മാറിയാൽ ഈ വെള്ളം പിന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഓവറായി കണ്ടിനി നമ്മൾ കുളത്തിലോട്ട് വെള്ളം നിന്നാലും ആ വെള്ളം പുറത്തോട്ട് തന്നെ പോകും. അപ്പോൾ വളരെ സിമ്പിളായി കണ്ടത് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇടാം. പിന്നെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൂടി ചെയ്യാം. പിന്നെ നമ്മൾ വീഡിയോയുടെ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇതിൽ നല്ല നല്ല വെറൈറ്റി കണ്ടന്റുകളായിട്ട് നമുക്ക് വീഡിയോ കാണാതിരിക്കും.